ഹലോ ഗൈസ്, ശ്രീ ഹിയർ. വിവോ V40 ഇതൊരു ഇംപ്രഷൻസ് വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. സോ ഈ ഫോണിനെ കുറിച്ച് എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദി ബെസ്റ്റ് ക്യാമറ ഫോൺ അണ്ടർ 40K ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കത് കണ്ടറിയാം ഫുൾ റിവ്യൂവിൽ. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ ക്യാമറ ഭയങ്കര ഇമ്പ്രസീവ് ആണ്. ഓബിയസ്ലി ഞാൻ പറയാൻ പോവുക ഇതൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ അണ്ടർ 40K ഒരിക്കലും അല്ല, കാരണം ഇതിനെക്കാട്ടി വേ ബെറ്റർ ഡിവൈസസ് ഉണ്ട്. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ, നിങ്ങൾ ട്രിവാൻഡ്രത്താണ് ഫോൺ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ട്വിൻസ് മൊബൈൽസ് ട്രിവാൻഡ്രത്തു നിന്ന് പോയി എടുക്കുക. നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ അവർ ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് യൂട്ടിലൈസ് ചെയ്യാൻ, ആൻഡ് അവർക്ക് എല്ലാ ഫോണും റെഡിലി സ്റ്റോക്ക് ഉണ്ട്, അല്ലെ എടുത്തും തരുമെന്നാണ് പറഞ്ഞത്. സോ ആ ഒരു ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം മാക്സിമം. ഇത് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓടിച്ച് പറയുമ്പം ഫുള്ളി പ്ലാസ്റ്റിക് ബിൽട്ടാണ്, IP68 ഒക്കെ ഉണ്ട്. കയ്യിൽ അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടൊരു ഡിവൈസാണ്. പക്ഷേ എനിവേ എനിക്ക് ഡിസൈനെക്കുറിച്ച് ഒരുപാട് പൊക്കി പറയാനൊന്നുമില്ല. ഇവർ മെറ്റീരിയൽസും കാര്യങ്ങളിലും ഒക്കെ അത്യാവശ്യം ചീപ്പ് ഔട്ട് ചെയ്തത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ബെസൽസ് ഇവിടെ ചെറിയൊരു ചിഹ്നമൊക്കെ ഉണ്ട്, പക്ഷേ നോട്ടീസബിൾ അല്ല. ഈ പ്രൈസ് റേഞ്ചിന് ഇതിലും ബെറ്റർ ബെസൽസ് ഉള്ള ഫോൺ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ടു ബി ഓണസ്റ്റ്. പക്ഷേ റൈറ്റ് നൗ എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ബെസൽസിൻ്റെ അകത്ത് വരുന്നത് ഡിസ്പ്ലേ ഗൈസ്, സൂപ്പർബ് ഡിസ്പ്ലേ 120 Hz HDR10+, 4500 സ്പീക്ക് ബ്രൈറ്റ്നസ്, എല്ലാ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രിൻറ്റി, ഷാർപ്പ്, ഗുഡ് ഡിസ്പ്ലേ, കർവ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിലവർക്ക് ഭയങ്കര ഓഫ് പുട്ടിങ്ങുമായിട്ട് തോന്നും. പക്ഷേ പേഴ്സണലി എനിക്ക് ഡിസ്പ്ലേ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇനി ഡിസ്പ്ലേനെ എയ്ഡ് ചെയ്യുന്ന സ്പീക്കേഴ്സിനെ ഹാപ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പീക്കേഴ്സ് കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് എടുത്തു പറയാനൊന്നുമില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, പക്ഷേ എക്സെപ്ഷണലി ഗുഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ തന്നെ ഹാപ്റ്റിക്സിനെ കുറിച്ചോ വൈബ്രേഷൻ മോട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊള്ളത്തില്ല. നല്ല ഊള വൈബ്രേഷൻ മോട്ടർ ആൻഡ് ഹൂള ഹാപ്റ്റിക്സ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനെക്കാട്ടി വേ ബെറ്റർ ഹാപ്റ്റിക്സ്, ഇതിൻ്റെ പകുതി പ്രൈസ് റേഞ്ചിൽ ഇതിലും നല്ല വൈബ്രേഷൻ മോട്ടേഴ്സ് വേറെ കമ്പനികൾ കൊടുക്കുന്നുണ്ട്. അത് അവരുടെ UI ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത്യാവശ്യം ഊളായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5500 mAh ബാറ്ററി ലൈഫ്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾക്കൊരു 7 hours പ്ലസ് ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. നിങ്ങളൊരു ലൈറ്റ് ടു ആവറേജ് യൂസറാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് 2 ഡേ ഒക്കെ പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ എൻ്റെ ഇംപ്രഷൻസ് ആണ്. വേറെ കാര്യം ഞാൻ നോട്ട് ചെയ്ത് ഫോൺ അത്യാവശ്യം ചൂടാവുന്നുണ്ട്. കുത്തിയിടുമ്പോഴും ലൈറ്റ് മോഡറേറ്റ് യൂസ് ആകുമ്പോൾ തന്നെ ഫോൺ ചൂടാവുന്നുണ്ട്. ഇനി ഗൈസ് നമുക്ക് അതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോഴും സ്നാപ്ഡ്രാഗൺ 7 Gen 3 അത്യാവശ്യം ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനെക്കാട്ടി വേ ബെറ്റർ പ്രോസസ്സേഴ്സ് ആൻഡ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഐക്യൂൻ്റെ ഓഫറിങ് തന്നെ നോക്കുവാണെങ്കിൽ ഇതിനെക്കാട്ടി 3,000-4,000 രൂപ കുറച്ചിട്ട് 8 Gen 2 ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രോസസ്സർ ഭയങ്കര ഊളാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത്യാവശ്യം നല്ല Adreno 710 GPU ഒക്കെ ഉണ്ട്. മേ ബി ഈ ഫോൺ എടുക്കുന്നവർ ഗെയിമിങ്ങിന് വേണ്ടിയൊന്നും അല്ല എടുക്കുന്നത്. സോ മെയിൻലി നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാകാൻ പറ്റും, അവർ പ്രോസസ്സറിലും വൈബ്രേഷനിലും മെറ്റീരിയൽസിലും ഈ ബിൽഡ് ചെയ്തേക്കുന്ന സാധനങ്ങൾക്കും ഒക്കെ കോസ്റ്റ് കട്ട് ചെയ്ത് അവർ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ക്യാമറ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് എ ക്യാമറ! ഈ പ്രൈസ് റേഞ്ചിനകത്ത് ദി ബെസ്റ്റ് ക്യാമറ. എൻ്റെ ഇനിഷ്യൽ ഇംപ്രഷൻസ് ക്യാമറ ഭയങ്കര കിടിലുമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഈ വർഷത്തെ കളർ പ്രോസസ്സിങ് കഴിഞ്ഞ വർഷത്തേക്കാട്ടി ഇച്ചിരിയുടെ ന്യൂട്രൽ ആക്കിയ ഒരു ഫീൽ എനിക്കുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സ്റ്റൈലിസ്റ്റിക് സാധനങ്ങളും ബോക്കെ മൂഡ്സും ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. സോ ക്യാമറ വൈസ് ആൻഡ് വീഡിയോ വൈസ് ഇത് അത്യാവശ്യം കിടിലമാണ്. 250 MP ക്യാമറ നിങ്ങൾക്ക് വരുന്നത്, അതുകൊണ്ട് സൂപ്പർ. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു 50 MP സെൽഫിയും വരുന്നുണ്ട്, അതും കിടിലം സെൽഫിയാണ്. നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിനകത്ത് ക്യാമറയെ കുറിച്ച് കുറ്റം പറയാതൊന്നുമില്ല. പിന്നെ ഓറ ലൈറ്റിൻ്റെ അടക്കമുള്ള സാധനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മാറുന്ന ഫ്ലാഷ് ലൈറ്റ്, അങ്ങനെ ബേസിക്കലി ഫാൻസി അല്ലാതെ പറയാൻ പറ്റും. സോ അത്രയൊക്കെ ആണ് ക്വിക്ക് ഇംപ്രഷൻസിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള. അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോണാണ്ട്, ഒരിക്കലും ഒരു ഓൾറൗണ്ടർ അല്ല. ആൻഡ് ഡേ ടു ഡേ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എൻ്റെ ഫുൾ റിവ്യൂവിൽ ചെക്ക് ചെയ്യാം. എനിക്ക് ഇംപ്രഷൻസിൽ പറയാൻ പറ്റും സൂപ്പർ ക്യാമറ, സൂപ്പർ ബാറ്ററി. പക്ഷേ ബാക്കിയുള്ളൊരു കാര്യത്തിലൊക്കെ ഇവർ എവിടേക്കോ ചീപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്നതിനാണൊക്കെയുള്ള പ്രീമിയം ഫീലൊന്നും കിട്ടത്തില്ല. ഫൺടച്ച് OS 14 ഫാനാണോ ഞാനെന്ന് വെച്ചാൽ അല്ല. എനിക്കിതിലും ബെറ്റർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേറെ ബ്രാൻഡിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫൺടച്ച് OS റിലയബിൾ ആണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം, ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ബഗ്സും ബ്ലോട്ട്വെയർസും ഒക്കെ ഉണ്ട്. സോ ഫോണിനെ കുറിച്ചൊരു വേർഡിക്റ്റ് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞ ഗൈസ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഫോണിൻ്റെ ഫിലോസഫി തന്നെ എനിക്ക് പറയാനുള്ള, ഈ അത്യാവശ്യം കുറച്ച് കോർണേഴ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം പ്രോസസ്സർ ബെസ്റ്റ് അല്ല കൊടുത്തേക്കുന്നത്, വൈബ്രേഷൻ മോട്ടർ ബെസ്റ്റ് അല്ല കൊടുത്തേക്കുന്നത്, അതേപോലെ UFS 2.2 സ്റ്റോറേജ് ആണ് ഇപ്പോഴും കൊടുത്തേക്കുന്നത്. മെറ്റീരിയൽസ് ഒന്നും അത്ര പ്രീമിയം ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനത്തെ ഈ ഗ്ലാസ് ഒന്നും ഭയങ്കര വലിയ സർട്ടിഫിക്കേഷനും പ്രൊട്ടക്ഷൻ സർട്ടിഫിക്കേഷനൊന്നും ഇല്ലാത്തൊരു ഗ്ലാസ്സാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു പന്ന ഫോണായിരിക്കും. പക്ഷേ അതെല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാമറയിലാണ്. ആ ഒരു കോസ്റ്റ് കട്ടൊക്കെ ചെയ്ത് ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വ്യത്യാസങ്ങൾ, കോസ്റ്റ് കട്ടിങ് ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു സാധാരണ മലയാളി അത്ര സീരിയസ് ആയിട്ട് എടുക്കത്തുമില്ല. ആൻഡ് അവർക്ക് വേണ്ടത് നല്ല ക്യാമറ, നല്ല ബാറ്ററി ലൈഫ്, അത്യാവശ്യം കറങ്ങാത്തൊരു ഫോണും
So that is it. See you guys later. Sri, love you.